മോശമായ രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാകുമ്പോൾ അടിക്കടി എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയാണ് എനിക്ക് വേറെ. ഞാൻ എവിടെയും തിരിച്ചടിക്കുന്ന കൂട്ടത്തില്ല. അത് വാക്കുകളിലൂടെയോ ഇനി ശാരീരികമായോ കായികപരമായോ വേണ്ടി വന്നാൽ അതിന് ഞാൻ തരാം. വെറും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ ഞങ്ങൾ UDF 14 പേര് ഒറ്റക്കോരന്മാരെ കോർത്ത മാല പോലെ കടന്നു വരും. അത് നിങ്ങൾക്ക് ദുഃഖം മാത്രം ഉണ്ടാവും, നിങ്ങളുടെ പരാജയം അതാണ് ഇവിടെ അംഗീകരിക്കട്ടെ. അവിടെ വൃത്തികെട്ട കളി അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. പിന്നെ രണ്ടാമത്തെ കേസ്, ഇവിടെ ഒരു സ്ത്രീകളായിട്ടുള്ള 2 പേരാണ് ഇവരുടെ അഭ്യർത്ഥനയുള്ളത്. ഇത്രയും നാല് ചെയർപേഴ്സന്മാർ വരെ സ്ത്രീകളായിട്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു കക്കൂസ് പോലും മൂത്രം ഒഴിക്കാൻ ഒരു മൂത്രപ്പുര പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇന്ന് സങ്കടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളത് സഹോദരങ്ങളെ പോലെ കണ്ടത്. പക്ഷെ ഞങ്ങളുടെ സഹോദരിയോട് ചോദിക്കുന്നതിന് മറുപടി ചോദിക്കാൻ ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഇതിലും വൃത്തിയായിട്ട് ഇത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കില്ല. കാരണം നാഷണൽ കോൺഗ്രസിന്റെ സംസ്കാരമാണ് ഞങ്ങളുടെ. അല്ലാതെ അവിടെ ചെന്ന് മെസ്സേജ് ഇടുകയും വൃത്തികെട്ട മോശത്തരവും ഒക്കെ പറയുന്നത് അവർ തന്നെ ചിന്തിക്കുക, സ്വയം ചിന്തിക്കുക, അവർ ഇളിഫരാഗമാണ്. പിന്നെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ജനങ്ങൾ 4000 ജനങ്ങൾ പുറത്താക്കിയവരാണ് നിങ്ങൾ. അപ്പൊ അത് അംഗീകരിച്ച് നമ്മൾ സഹോദരന്മാരെ പോലെ നടക്കുകയാണെങ്കിൽ നിങ്ങളും നമ്മൾ ഒന്നിച്ച് വികസനങ്ങൾ മുന്നോട്ട് പോകും. അല്ലാതെ തമ്മിലടിച്ചാൽ ഒരു വികസനം ഉണ്ടാവില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പകുതി ഫണ്ട് മാത്രവും പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന കാര്യം ഓരോരുത്തർ ഓർമ്മിക്കുന്നതാണ്. ഒരു കാര്യം പറയാം, മായരാവിന്റെ വികസനങ്ങളും ദിയാഗിരിയുടെ വികസനങ്ങളും ഇനി കാണാൻ പോകുന്നുള്ളൂ. 5 വർഷം ഞങ്ങളെല്ലാം ഇവിടെ തന്നെ കാണും. 5 വർഷം ഞങ്ങളുടെ വികസനങ്ങൾ കണ്ട് നോക്ക് നിങ്ങൾ. അത് കഴിയുമ്പോഴേക്ക് അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരികയും ചെയ്യും. നിങ്ങൾക്ക് വരെ ഫണ്ട് തരും ഞങ്ങൾ. പക്ഷെ കലാസ്യവും അപഹാസ്യവുമായുള്ള വർത്തമാനവും അല്ലാത്ത രീതിയിലുള്ള ഇതുപോയാൽ തേജോവധം നിങ്ങൾക്ക് മാത്രമല്ല അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളുടെ സംസ്കാരം അതാണ്. അതുകൊണ്ട് എത്രയും പറയാനുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരോടും സ്നേഹത്തോടെ നമുക്ക് ഇനി മുന്നണി ഇതിൽ ഐക്യത്തോടെ